കൊല്ലം കൊട്ടാരക്കരയിൽ യുവാക്കൾ സഞ്ചരിച്ച കാർ കെഎസ്ആർടിസി ബസ്സുമായി കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. വർക്കല സ്വദേശി സുൽജാനാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന 2 പേരെ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ 63-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുരുതങ്കോട് സ്വദേശി രാധാകൃഷ്ണനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 2 ദിവസം പഴക്കമുണ്ട്. പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. സംസ്ഥാനത്ത് ഇതുവരെ 8 പേർക്ക് കോളറ സ്ഥിരീകരിച്ചു. പകർച്ചപ്പനി ബാധിതരുടെ എണ്ണത്തിലും വർധനവ്. ഇതുവരെ പകർച്ചപ്പനി ബാധിച്ചത് 13,196 പേർക്ക്. 3 പനിമരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 145 പേർക്ക് ഡെങ്കിയും 10 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിരുന്നു. 42 പേരിൽ H1N1 കണ്ടെത്തി. ഈ മാസം ഇതുവരെ 1,30,000-ഓളം പേർ ചികിത്സ തേടി. കോഴിക്കോട് നാഥാപുരത്ത് റോഡിലേക്ക് മരങ്ങൾ കടപുഴകി വീണു. കല്ലാച്ചി വാണിമ്മേൽ റോഡിലാണ് കൂറ്റൻ മരവും തെങ്ങുകളും റോഡിലേക്ക് കടപുഴകി വീണത്. സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുമ്പോഴായിരുന്നു അപകടം നടന്നത്. തലനാരിടയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. കണ്ണൂർ തലശ്ശേരിയിൽ പെൺകുട്ടിയുടെ മാല മോഷ്ടിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. താഴേച്ചമ്പാട് സ്വദേശി കെ ആയിഷയാണ് പിടിയിലായത്. തലശ്ശേരി പോലീസ് സ്റ്റേഷനിലെ SIയും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൊല്ലം ചവറയിൽ ചായപ്പീടികയിലെത്തിയ യുവാവ് കടയുടമയുടെ മുഖത്ത് മുളകുപൊടി വിതറി മാല മോഷ്ടിച്ചു. തണ്ടളത്ത് ജംഗ്ഷനിൽ വീടിനോട് ചേർന്ന് കട നടത്തുന്ന സരസ്വതി അമ്മയുടെ മാലയാണ് മോഷ്ടിച്ചത്. നാട്ടുകാരും പോലീസും ചേർന്ന് പ്രതിയെ പിടികൂടി. തിരുവനന്തപുരം ആനാട് പഞ്ചായത്തിൽ ആനാട് മൂഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരം അവസാനിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനു S. നായർ ഉദ്ഘാടനം ചെയ്തു. വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് തുക അനുവദിച്ചതിലും 15 വാർഡുകളിലും അഴിമതി നടന്നുവെന്ന് ആരോപിച്ചുമായിരുന്നു കോൺഗ്രസ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. കോഴിക്കോട് കോടഞ്ചേരിയിൽ സെന്റ് തോമസ് LP സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം കലാകാരൻ KI ഷിജു നിർവഹിച്ചു. PTA പ്രസിഡന്റ് ടിജു തോമസ്, അനു മത്തായി, ജോബിൻ എന്നിവർ സംസാരിച്ചു.